നമസ്കാരം, ഞാൻ ഇന്ദുലേഖ. ഞാനിപ്പോ വന്നിരിക്കുന്ന വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ്. വളരെ അധികം പ്രാധാന്യമുള്ള സ്ഥലമാണ്. കാരണം ആർട്സ് സയൻസ് കോളേജും ഉണ്ട്, എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. ഞാനൊരു എഞ്ചിനീയർ കം MBA ഗ്രാജുവേറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് രണ്ട് കോളേജസിന്റെയും ഒരു വൈബ് എനിക്കറിയാം. കുറച്ച് ഗ്യാപ്പായെങ്കിലും കോളേജസിലെ പോവാറുണ്ട്, കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് കുട്ടികളെ കാണാനും അവരോട് സംസാരിക്കാനും അവർക്ക് മുമ്പിൽ പെർഫോം ചെയ്യാനും. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും കുട്ടികളുടെ സ്വബോധത്തോടെ സംസാരിക്കുന്ന എല്ലാവരെയും കണ്ട് സംസാരിക്കാനും സ്വബോധത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ത്രാണി കുറഞ്ഞുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആർട്ട് ആൻഡ് എന്താ പറയാ സ്പോർട്സ് ഒക്കെ ആയിരിക്കണം കുട്ടികളുടെ ഒരു ലഹരി എന്നാണ് എനിക്ക് തോന്നുന്നത്. സ്വന്തം ബോധത്തിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നു, സ്വന്തം ബോധത്തിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളെ എന്തൊക്കെ ചാലഞ്ചസിനെ നേരിടാൻ പറ്റുന്നു എന്നതിലാണ് കുട്ടികൾക്ക് ചങ്കൂറ്റം വേണ്ടത്. പറഞ്ഞു കൊടുക്കണം എന്നൊക്കെയുണ്ട്. അത് എങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് പറയാനേ പറ്റുള്ളൂ, കുട്ടികൾക്ക് പ്രാവർത്തികമാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കുട്ടികളെ കാണാൻ. എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത് ഞങ്ങളുടെ സ്വന്തം, ഞാൻ വിദ്യ അക്കാഡമി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി പഠിച്ചത്. അപ്പൊ വിദ്യയിൽ ഉണ്ടായിരുന്ന എന്റെ സാർ ആയിട്ടുള്ള ദിലീപ് സാർ ആണ് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത്. ദിലീപ് സാർ അവിടെ ഒരു വളരെ ഹീറോയിക് ആയിട്ടുള്ള ഫിഗർ ആയിരുന്നു കുട്ടികളുടെ ഇടയിൽ. അതെ, ഇവിടെയും അത് തന്നെയായിരിക്കും. അത് സാർ അങ്ങനെ പോയാൽ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോ ദിലീപ് സാർ വിളിച്ച് ഇവിടെ വരാൻ കഴിഞ്ഞതിലും എനിക്ക് ഒഴിവുള്ള ഒരു ദിവസമായി സാർ വിളിച്ചത് വലിയൊരു സന്തോഷമാണ്. അപ്പൊ സാറിന്റെ പുതിയ കുട്ടികളെ കാണാൻ വേണ്ടി ഞാൻ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്നു. വിസാറ്റ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എന്റെ എല്ലാവിധ വിശ്വസിക്കും. Thank you.